യാത്രക്കിടയിൽ KSRTC ബസ്സുകളിൽ ലഘുഭക്ഷണവും വെള്ളവും ലഭ്യമാകുന്ന പദ്ധതി ഒരുങ്ങുന്നു. സൂപ്പർഫാസ്റ്റ് മുതലുള്ള KSRTC ബസ്സുകളിലാണ് ഈ സൗകര്യം ഒരുങ്ങുന്നത്. പണം ഡിജിറ്റലായും നൽകാം. ഇവയുടെ മാലിന്യം കരാറെടുക്കുന്ന ഏജൻസികൾ സംഭരിക്കും. മുഖ്യ ഡിപ്പോകളിൽ ക്യാന്റീൻ നടത്തിപ്പ് പ്രധാന ഹോട്ടൽ ഗ്രൂപ്പുകൾക്ക് 5 വർഷത്തേക്ക് നൽകാനും തീരുമാനമായി. ഈ മേഖലയിൽ പരിചയമുള്ളവർക്കേ കരാർ നൽകാവൂ എന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC സ്ഥലം മാത്രം കൈമാറും. മികച്ച ഇന്റീരിയർ സൗകര്യങ്ങളും വൃത്തിയുള്ള ശുചിമുറികളും നടത്തിപ്പുകാർ നിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ട്. KSRTCയുടെ സേവനങ്ങൾ ജനോപകാരപ്രദമായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് അതിവേഗ നടപടികളുമായാണ് KSRTC മാനേജ്മെന്റ് മുന്നോട്ടു പോകുന്നത്. KSRTC യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാന്യവും സുരക്ഷിതവുമായ യാത്രാ അവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും KSRTCയുടെ കടമയാണെന്ന് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുഴുവൻ യാത്രക്കാരോടും, പ്രത്യേകിച്ച് സ്ത്രീകളോടും, കുട്ടികളോടും, വയോജനങ്ങളോടും, ഭിന്നശേഷിയുള്ളവരോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ KSRTC ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പുറപ്പെടുവിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.